പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുട്ടോ ഈ 2 ലെയറിൽ വരുന്ന ഈ ഒരു പുഡിങ്. ചൈന ഗ്രാസ് ജെലാറ്റിനോ ഒന്നും വേണ്ട, വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. കസ്റ്റാർഡിൻ്റെയും കോഫിയുടെ ഒക്കെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു കിടലനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. ഒരു തട്ടിക്കുട്ട് പുഡിങ് എന്ന് തന്നെ പറയാം. ഒരു 1/2 ലിറ്റർ പാലിലേക്ക് 1 കപ്പ് കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ട് കട്ടില്ലാതെ ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കുക. ഈ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നിർത്തുക. കുറേ സമയം അതിൽ തന്നെ വെക്കരുത്. ആ ചൂടോടുകൂടെ തന്നെ ഏതിലാണോ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതേസമയം നമുക്ക് വേറൊരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് കോഫി ഫ്ലേവറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കസ്റ്റാർഡിൻ്റെയും കോഫിയുടെയും മിക്സറായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പുഡിങ് വരുന്നത്. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര മാത്രമാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. ഇത് ട്രാൻസ്പെറൻറ്റ് കളറായിട്ട് വരും കേട്ടോ. കോഫിയുടെ ആ ഒരു എക്സാക്റ്റ് ഈ ഒരു കളറിൽ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത്രയും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പുഡിങ് ഓൾറെഡി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ലെയർ ഒഴിച്ചു കൊടുക്കുക. ഇതൊരു ചെറിയ ലെയറായിട്ട് തിൻ ലെയറായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. മറ്റേത് കുറച്ച് ഇതിൻ്റെ ഒരു ഇരട്ടി കട്ടിക്ക് ലെയർ ഉണ്ടാവും. പിന്നെ ഇതും സെറ്റായതിനു ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ അത് കടിക്കാനും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതില്ലാതെയും കഴിക്കാം. ഇതുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കുമല്ലോ. അപ്പം കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ജെലാറ്റിനും അതുപോലെ ചൈന ഗ്രാസൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന പുഡിങ്ങിൻ്റെ അതേപോലെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. നല്ല സോഫ്റ്റാണ് കണ്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കസ്റ്റർഡ് പൗഡറും കോഫി പൗഡറൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി പുഡിംഗ് ആണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.